29 വർഷങ്ങൾക്ക് ശേഷം പാകിസ്ഥാനിൽ ചാമ്പ്യൻസ് ട്രോഫി എത്തുമ്പോൾ വലിയ പ്രതീക്ഷകളായിരുന്നു പാകിസ്ഥാൻ ഉണ്ടായിരുന്നത്. എന്നാൽ ചാമ്പ്യൻസ് ട്രോഫി അവസാനിക്കുമ്പോൾ 800 കോടിയുടെ നഷ്ടമാണ് പാകിസ്ഥാൻ ഉണ്ടായിരിക്കുന്നത് എന്ന സുപ്രധാനമായിട്ടുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇത് പാകിസ്ഥാന് വലിയ തലവേദനയായിട്ടുണ്ട്. PCB പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. 29 വർഷങ്ങൾക്ക് ശേഷം ഒരു ICC ടൂർണമെന്റ് പാകിസ്ഥാനിൽ എത്തുന്നു എന്ന് അറിഞ്ഞപ്പോൾ വല്ലാതെ സന്തോഷിച്ചത് PCB ആണ്. ഇതിൽ നിന്ന് ലക്ഷങ്ങൾ അല്ലെങ്കിൽ കോടികൾ നേട്ടം കൊയ്യാമെന്നാണ് PCB വിചാരിച്ചിരുന്നത്. അങ്ങനെയാണ് ഇവർ സ്റ്റേഡിയങ്ങളും മറ്റുമെല്ലാം മോടി പിടിപ്പിക്കുന്നത് എന്ന് അറിയാൻ സാധിക്കുന്നു. പക്ഷേ ആ മോടി പിടിപ്പിച്ച സ്റ്റേഡിയത്തിൽ മുഴുവൻ കേടുപാടുകളായിരുന്നു എന്നാണ് പിന്നീട് നമുക്ക് കേൾക്കാനായിട്ട് സാധിച്ചത്. 2025 ICC ചാമ്പ്യൻസ് ട്രോഫി ആതിഥേയം വഹിച്ചതിൽ നിന്ന് പാകിസ്ഥാൻ ബോർഡിന് ഏകദേശം അങ്ങനെ 800 കോടി രൂപ നഷ്ടമുണ്ടായി. മാർച്ച് 9 നടന്ന ടൂർണമെന്റിന്റെ ഫൈനൽ മത്സരത്തിൽ ഇന്ത്യൻ ടീം ന്യൂസിലൻഡിനെ പരാജയപ്പെടുത്തി കിരീടം നേടി. പാകിസ്ഥാൻ ആണെങ്കിൽ കിരീടം നേടാനും സാധിച്ചില്ല. പോരാത്തതിന് തുടർച്ചയുള്ള ബോംബ് സ്ഫോടനങ്ങൾ, അത്തരത്തിൽ പാകിസ്ഥാന് ലോക രാജ്യങ്ങൾക്ക് മുന്നിൽ ഉണ്ടാകുന്ന ഒരു മാനനഷ്ടം, അങ്ങനെ വളരെ വലിയ പ്രതിസന്ധിയിലൂടെയാണ് പാകിസ്ഥാൻ കടന്നുപോയത്. ചാമ്പ്യൻസ് ട്രോഫി ആതിഥേയം വഹിക്കുന്നതിലൂടെ കോടിക്കണക്കിന് രൂപയുടെ നേട്ടം ഉണ്ടാക്കാമെന്ന് പാകിസ്ഥാൻ സ്വപ്നം കണ്ടിരുന്നു. പക്ഷെ കാര്യങ്ങൾ തലകീഴായി മറിഞ്ഞു. ടൂർണമെന്റിനായി സ്റ്റേഡിയം മെച്ചപ്പെടുത്തുന്നതിനായി പാകിസ്ഥാൻ ബോർഡ് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചു. പക്ഷേ ഒടുവിൽ സ്റ്റേഡിയത്തിന് 85% കേടുപാടുകൾ സംഭവിച്ചു എന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. സ്വന്തം മൈതാനത്ത് മത്സരം നടത്താൻ PCB ഏകദേശം 851 കോടി രൂപ ചെലവഴിച്ചു. എന്നിരുന്നാലും ഇത് 52 കോടി രൂപ മാത്രമേ തിരിച്ചു നേടിയുള്ളൂ. ഇത് ഏകദേശം 799 കോടി രൂപയുടെ നഷ്ടം വരുത്തി വെച്ചു. ഇത് കളിക്കാരെയാണ് ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത്. തിരിച്ചു പിടിക്കാൻ കളിക്കാരുടെ ഫീസ് ഗണ്യമായി വെട്ടിക്കുറയ്ക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് PCB പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് എത്തി എന്ന് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നു. ചാമ്പ്യൻസ് ട്രോഫി മത്സരങ്ങൾ 3 പാകിസ്ഥാൻ വേദികളായാണ് നടന്നത്: ലാഹോർ, കറാച്ചി, റാവൽപിണ്ടി. അതേസമയം ഇന്ത്യൻ ടീം എല്ലാ മത്സരങ്ങളും ദുബായിലാണ് കളിച്ചത് എന്നുള്ളതും പാകിസ്ഥാന് തിരിച്ചടിയായി. ഫൈനലും ദുബായിൽ വെച്ചായിരുന്നു നടന്നത്. 3 ആഭ്യന്തര സ്റ്റേഡിയങ്ങളുടെയും നവീകരണത്തിനായി പാകിസ്ഥാൻ ബോർഡ് $58 മില്യൺ ഏകദേശം ചെലവഴിച്ചത്. അതായത് ഏകദേശം 504 കോടി രൂപ. എന്തായാലും ഇത് PCBയുടെ മൊത്തം ബഡ്ജറ്റിന്റെ 50%-ലധികമാണ് എന്നുള്ളത് നമ്മൾ എടുത്തു കാണേണ്ട ഒരു വസ്തുതയാണ്. ടൂർണമെന്റിനുള്ള തയ്യാറെടുപ്പിനായി $40 ദശലക്ഷം, ഏകദേശം 347 കോടി രൂപയാണ് ചെലവഴിച്ചത്. ഇത്രയും ചെലവഴിച്ചിട്ടും PCBക്ക് 52 കോടി മാത്രമേ തിരിച്ചു പിടിക്കാൻ സാധിച്ചുള്ളൂ. എന്തായാലും സ്വന്തം നാട്ടിൽ നടന്ന ഈ ചാമ്പ്യൻസ് ട്രോഫിയിൽ പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീം നാണക്കേടുള്ള പ്രകടനമാണ് കാഴ്ചവെച്ചത് എന്ന് പറഞ്ഞ് അവർക്കെതിരെ നടപടിയെടുക്കാനാണ് ഇപ്പോൾ PCBയുടെ ഒരു വലിയ നീക്കം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.